ഹലോ ഹായ്, എല്ലാവർക്കും റോസസ് ചിക്കൂരിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്ടർ മെലൺ വച്ചിട്ട് വാട്ടർ മെലൺ ഉപ്പിലിട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസും സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് വാട്ടർ മെലൺ വച്ചിട്ട് ഉപ്പിലിട്ടാണ് കഴിക്കുന്നത്. പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ഉപ്പിലിട്ട്. അപ്പോൾ നമുക്ക് അതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് വാട്ടർ മെലൺ. ഇതിൽ നിന്ന് 2 പീസാക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ല ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വരാം. ഹായ്, അപ്പം ഞാൻ നമ്മുടെ തണ്ണിമത്തങ്ങ ഇതേപോലെ ക്യൂബ്സാക്കി എടുത്തിട്ടുണ്ട്. കുരു കിടന്നാലും കുഴപ്പമില്ല, നമ്മൾ മാറ്റിയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി ഇത് മാറ്റിയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മുളക് കാന്താരി ഞാൻ 3-4 എണ്ണം ഞാൻ പഴുത്തതും എടുത്തിട്ടുണ്ട്. ഒരു 3 മതി, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു അധികം എരിവില്ല, ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയതും കൂടെ വെച്ചിട്ടുണ്ട്. എരിവ് കൂടിയ പാടാണല്ലോ. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് അടച്ച് വയ്ക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇനിയുണ്ട് 20 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ 20 മിനിറ്റ് അടച്ച് വയ്ക്കാൻ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ 2 മണിക്കൂർ 20 മിനിറ്റായ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിൽ നമുക്ക് ഒരു സ്പൂൺ ഷുഗറും ഒരു 1/2 സ്പൂൺ ഉപ്പും സോൾട്ടും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, വലിയ സ്പൂണിന് 1 സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 2 സ്പൂൺ വിനീഗറും കൂടെ ഈ സോസ് പാനിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ബൗളിൽ ഒഴിച്ച് വെച്ചില്ലേ തന്നെ വാട്ടർ മെലൻ്റെ ഈ സംഭവം, അതിൻ്റെ ജ്യൂസും കൂടി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ജ്യൂസും കൂടി നമ്മൾ എടുത്തു. ആ ജ്യൂസും കൂടി എടുത്തിട്ട് നമുക്കിനി അടുപ്പിൽ വെച്ച് തണുപ്പിച്ച് ചെറിയ ചൂടോടുകൂടി വാട്ടർ മെലനിൽ ഒഴിച്ചു കൊടുക്കണം. ചെറിയ ചൂടോടുകൂടി വാട്ടർ മെലനിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 മണിക്കൂർ നമ്മൾ വയ്ക്കണം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ്. ഉപ്പിലിട്ടത് തണ്ണിമത്തൻ ഉപ്പിലിട്ടത് റെഡിയായി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ആദ്യം 1/2 സ്പൂൺ ഉപ്പ്, ഒരു വലിയ സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ട് ഈ സംഭവം, അതായത് തണ്ണിമത്തൻ്റെ ജ്യൂസും കൂടി നമ്മൾ എടുത്ത് പീസാക്കി വെച്ചതിൻ്റെ ആ ജ്യൂസും കൂടി ഒഴിച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ ഞാൻ ആ വാട്ടർ മെലൻ്റെ ജ്യൂസ് നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് ആ പീസാക്കിയ വാട്ടർ മെലനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്തേ, തണുക്കട്ടെ. അപ്പം ഞാൻ ആ വാട്ടർ മെലൻ്റെ ജ്യൂസ് തിളപ്പിച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ പാത്രം ഒന്ന് മാറ്റി. ആദ്യം എടുത്ത പാത്രം ബൗൾ പോലത്തെ, അത് കുറച്ച് ചെറുതായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടി സ്ക്വയറായിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി വാട്ടർ മെലൻ്റെ ജ്യൂസ് തിളപ്പിച്ചാറിയത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് കഴിക്കാം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ഞാനിത് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അടച്ച് വെച്ച് 2 മണിക്കൂർ ഇരിക്കട്ടെ. 2 മണിക്കൂർ ഇരുന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
എന്നിട്ട് കഴിച്ച് നോക്കാം. നമ്മുടെ വാട്ടർമെലൺ എരിവ്, പുളി കുറവാണ്, മധുരം കുഴപ്പമില്ല, കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റ്. കൊള്ളാം, ദാഹത്തിനൊക്കെ നല്ലതാണ്. നമ്മൾ ചൂടത്തുനിന്നൊക്കെ വരുമ്പം കഴിക്കാൻ പറ്റിയതാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, ഒരു വെറൈറ്റി ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ, സീ യു.